വിശ്വാമിത്ര മഹർഷി ഞാനൊരു യാഗം നടത്തുന്നുണ്ടെന്നും അതിലേക്കായി രാമലക്ഷ്മണന്മാരെ അയക്കണമെന്നും വിശ്വാമിത്ര മഹർഷി ദശരഥനോട് പറഞ്ഞു. അപ്പോൾ ദശരഥന്റെ ഉള്ളിൽ ഭയം ഉണ്ടാവുകയാണ് ചെയ്തത്. മക്കളായ രാമലക്ഷ്മണന്മാരെ അയക്കുവാൻ മടിച്ചു. അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറയാണ്, രാമലക്ഷ്മണന്മാർ സാധാരണ മനുഷ്യരല്ലെന്നും നാരായണന്റെ അവതാരമാണെന്നും പറഞ്ഞു. ദശരഥന് ഉണ്ടായ മമതബന്ധം നമുക്കും ഉള്ളതാണ്. ഒരു രാജകൊട്ടാരത്തിൽ തൻ്റെ മകൻ മരിച്ചത് കണ്ട് പൊട്ടിക്കരയാണ് രാജാവ്. ആ സമയത്താണ് നാരദമുനി വരുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, അങ്ങ് എന്താ കരയുന്നത്? രാജാവ് പറയാണ്, എൻ്റെ മകൻ മരിച്ചു. അപ്പോൾ നാരദമുനി പല വാക്കുകൊണ്ടും സമാധാനിപ്പിക്കാൻ നോക്കി. അങ്ങനെയായപ്പോൾ ആ മരണപ്പെട്ട മകൻ്റെ ആത്മാവിനെ തിരിച്ചു വിളിച്ചു. ആത്മാവിനോട് ചോദിക്കുകയാണ്, കണ്ടില്ലേ, നീ മരിച്ചത് കണ്ട് നിന്റെ അച്ഛൻ എത്ര ദുഃഖിക്കുകയാണ്. ആത്മാവ് പറയാണ്, എൻ്റെ അച്ഛനോ? ഏതാണ് എൻ്റെ അച്ഛൻ? ഏത് യുഗത്തിലുള്ള അച്ഛനാണ് ഇവിടെ നിൽക്കുന്നത്? ഞാൻ കുറേ യുഗങ്ങളിൽ ജന്മമെടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് അച്ഛനാണ്? ഇത് കേട്ട രാജാവ് കരച്ചിൽ നിർത്തുകയും ചെയ്തു. നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കണം? ഈ ലോകത്ത് ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. അവരവരുടെ കർമ്മബലം അനുഭവിക്കാൻ വന്നതാണ്. ഇതുപോലെ തന്നെയാണ് ദശരഥൻ വിശ്വാമിത്രനോട് രാമലക്ഷ്മണന്മാരെ അയക്കുവാൻ വിസമ്മതിച്ചതും. ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.